ആരോഗ്യം ശ്രദ്ധിക്കുന്നവർ ദിവസേന കഴിക്കുന്ന ഭക്ഷണമാണ് മുട്ട. പ്രോട്ടീനും ശരീരത്തിന് ആവശ്യമായ മറ്റു ധാതുക്കളും അടങ്ങിയിട്ടുള്ളതിനാൽ പ്രായഭേദമന്യേ എല്ലാവരും മുട്ട കഴിക്കാറുമുണ്ട്. ഇന്ത്യയിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്കും മുട്ട കയറ്റുമതി ചെയ്യാറുണ്ട്. എന്നാൽ അടുത്തിടെയാണ് ഇന്ത്യ ഉൾപ്പെടെ 40 രാജ്യങ്ങളിൽ നിന്നുള്ള മുട്ട ഇറക്കുമതി സൗദി അറേബ്യ പൂർണ്ണമായും നിരോധിച്ചത്. മാത്രമല്ല, ഓസ്ട്രേലിയ, അമേരിക്ക, ഇറ്റലി, ബെൽജിയം, ഭൂട്ടാൻ തുടങ്ങിയ 16 രാജ്യങ്ങളിൽ നിന്ന് ഭാഗികമായും മുട്ട ഇറക്കുമതി നിരോധിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ചില സംസ്ഥാനങ്ങളെയും നഗരങ്ങളെയുമാണ് ഒഴിവാക്കിയിരിക്കുന്നത്. ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ, അസർബൈജാൻ, ജർമ്മനി, ഇന്തോനേഷ്യ, ഇറാൻ, ബോസ്നിയ, ഹെർസഗോവിന, ബൾഗേറിയ, ബംഗ്ലാദേശ്, തായ്വാൻ, ജിബൂട്ടി, ദക്ഷിണാഫ്രിക്ക, ചൈന, ഇറാഖ്, ഘാന, പലസ്തീൻ, വിയറ്റ്നാം, കംബോഡിയ, കസാക്കിസ്ഥാൻ, കാമറൂൺ, ദക്ഷിണ കൊറിയ, ഉത്തര കൊറിയ, ലാവോസ്, ലിബിയ, മ്യാൻമർ, യുണൈറ്റഡ് കിങ്ഡം, ഈജിപ്ത്, മെക്സിക്കോ, മംഗോളിയ, നേപ്പാൾ, നൈജർ, നൈജീരിയ, ഹോങ്കോങ്, ജപ്പാൻ, ബുർക്കിന ഫാസോ, സുഡാൻ, സെർബിയ, സ്ലോവേനിയ, കോട്ട് ഡി ഐവർ, മോണ്ടിനെഗ്രോ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്കാണ് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. പൊതുജനാരോഗ്യവും ആഭ്യന്തര ഭക്ഷ്യവിതരണ ശൃംഖലയും സംരക്ഷിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള മുൻകരുതൽ നടപടികളുടെ ഭാഗമായാണ് സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി നിരോധനം പ്രഖ്യാപിച്ചത്. സൗദി അറേബ്യയിലേക്ക് പകർച്ചവ്യാധികൾ പ്രവേശിക്കുന്നത് തടയുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള രാജ്യത്തിന്റെ കർശനമായ ബയോസെക്യൂരിറ്റി പ്രോട്ടോകോളുകളുടെ ഭാഗമായാണ് ഈ നീക്കം. അന്താരാഷ്ട്ര രോഗനിരീക്ഷണ റിപ്പോർട്ടുകളുടെയും അപകട സാധ്യത വിലയിരുത്തലുകളുടെയും അടിസ്ഥാനത്തിലാണ് 40 രാജ്യങ്ങളെ നിരോധിച്ചതെന്ന് അധികൃതർ കൂട്ടിച്ചേർത്തു. പ്രധാനമായും പക്ഷിപ്പനിയാണ് ഇതിന് കാരണം. പക്ഷിപ്പനി മറ്റു മൃഗങ്ങൾക്കും അപകടമുണ്ടാക്കിയേക്കാം എന്നതാണ് സൗദി അറേബ്യ ചൂണ്ടിക്കാട്ടുന്ന പ്രധാന കാരണം. 2004 മുതലാണ് ഇത്തരം നിരോധനങ്ങൾ പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത്. ചൂടുപയോഗിച്ച് സംസ്കരിച്ച ഉൽപ്പന്നങ്ങളെ നിരോധനത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ടെന്ന് സൗദി അറേബ്യൻ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ഇവയ്ക്ക് സാധുവായ വെറ്റിനറി ഹെൽത്ത് സർട്ടിഫിക്കറ്റുകളും ആവശ്യമാണ്. കയറ്റുമതി ചെയ്യുന്ന രാജ്യത്തിൽ നിന്നുള്ള ഔദ്യോഗിക സർട്ടിഫിക്കേഷനും ആവശ്യമാണ്. ഉപഭോക്താക്കളുടെ ആരോഗ്യത്തിന് സംരക്ഷണം ഉറപ്പുവരുത്തുന്ന സൗദി അറേബ്യ മുമ്പും പലപ്പോഴായി ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. സൗദി വിപണിയെ വളരെയധികം ആശ്രയിച്ചിരുന്ന കയറ്റുമതിക്കാർക്ക് ഇത് വലിയ തിരിച്ചടിയുണ്ടായിട്ടുണ്ടെന്ന് വ്യവസായ വിദഗ്ധർ പറയുന്നു. 16 രാജ്യങ്ങളിലാണ് ഭാഗിക നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടുത്തെ പ്രത്യേക പ്രവിശ്യകളെയും നഗരങ്ങളെയും ലക്ഷ്യം വെച്ചുള്ളതാണ് നിയന്ത്രണം. ഇതിൽ ഓസ്ട്രേലിയ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഇറ്റലി, ബെൽജിയം, ഭൂട്ടാൻ, പോളണ്ട്, ടോഗോ, ഡെൻമാർക്ക്, റൊമാനിയ, സിംബാബ്വെ, ഫ്രാൻസ്, ഫിലിപ്പീൻസ്, കാനഡ, മലേഷ്യ, ഓസ്ട്രിയ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. പക്ഷിപ്പനിയെക്കുറിച്ചുള്ള ആഗോള ആശങ്ക ഉയർന്ന സാഹചര്യത്തിലാണ് സൗദി അറേബ്യയുടെ ഇറക്കുമതി നിയന്ത്രണങ്ങൾ വന്നിരിക്കുന്നത്. 2003 മുതലാണ് പക്ഷികളിൽ, പ്രത്യേകിച്ച് വളർത്തുപക്ഷികളിൽ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത്. പ്രത്യേകിച്ച് തെക്കുകിഴക്കൻ ഏഷ്യയിൽ ഇപ്പോൾ ആഫ്രിക്കയുടെയും യൂറോപ്പിന്റെയും ചില ഭാഗങ്ങളെയും ഇത് ബാധിച്ചിട്ടുണ്ട്. നിലവിൽ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തിട്ടില്ലാത്ത രാജ്യങ്ങളിലും പക്ഷിപ്പനി വരാനുള്ള സാധ്യത ഏറെയാണെന്ന് നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിൻ അഭിപ്രായപ്പെട്ടു. അതേസമയം പശ്ചിമേഷ്യയിലെ യുദ്ധം നീളുന്നത് ഇന്ത്യക്കും കേരളത്തിനും വൻ സാമ്പത്തിക തിരിച്ചടി സൃഷ്ടിക്കാൻ ഇടയാക്കും. പശ്ചിമേഷ്യയിൽ സംഘർഷം അതിവേഗം വ്യാപിച്ചതോടെ ആഗോള കമ്പോള നാണയ ഓഹരി വിപണികളിൽ വലിയ അനിശ്ചിതത്വമാണ് നിലനിൽക്കുന്നത്. ക്രൂഡ് വില കുതിക്കുകയാണ്. അതേസമയം ഓഹരികൾ കൂപ്പുകുത്തുകയും ചെയ്തു. രാജ്യത്തെ ആഭ്യന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില 10% ഉയർന്ന് ബാർലിന് $80 കടന്നു. ലോകത്തിന്റെ ക്രൂഡ് ഓയിൽ ഗതാഗതത്തിന്റെ 20% നടക്കുന്ന ഹോർമൂസ് ഇടനാഴി ഇറാൻ അടച്ചതോടെ ആഗോളതലത്തിൽ നേരിടുന്ന ചരക്ക് നീക്ക തടസ്സം പെട്രോൾ വില ഇന്ത്യൻ ലിറ്ററിന് 150 രൂപ വരെ ഉയർന്നേക്കാമെന്നാണ് വിദഗ്ധർ പ്രവചിക്കുന്നത്. പെട്രോളിന്റെ വില കൂടിയാൽ സ്വാഭാവികമായും അവശ്യ സാധനങ്ങളുടെയും വിമാന, ബസ്, ഓട്ടോ സർവീസുകളുടെയും എല്ലാം ചാർജ് വർദ്ധിക്കാം. ഇത് രാജ്യത്ത് വർദ്ധിച്ച പണപ്പെരുപ്പത്തിനും വിലക്കയറ്റത്തിനും ഇടയാക്കും. സൗദിയിലെ അരാംകോ റിഫൈനറിയിലും ഇറാൻ ആക്രമണം നടത്തിയതോടെ എണ്ണ നീക്കം തടസ്സപ്പെടാനുള്ള സാധ്യത വർദ്ധിച്ചു. മധ്യേഷ്യയിലെ ഏറ്റവും വലിയ പ്രതിദിനം 5.5 ലക്ഷം ഉൽപാദനശേഷിയുള്ള റിഫൈനറിയുടെ പ്രവർത്തനം നിലച്ചത് ഇന്ധന സുരക്ഷിതത്വത്തിന് വെല്ലുവിളി ഉയർത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം കേരളത്തിലേക്ക് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് മാത്രം 1 ലക്ഷം കോടി രൂപയിലേറെ വരവുണ്ടായിരുന്നു. യുദ്ധം മൂലമുള്ള അനിശ്ചിതത്വം കൂടിയായാൽ അടിയന്തര ഘട്ടത്തിൽ ഉപയോഗിക്കാൻ പണം ചെലവാക്കാതെ പിടിച്ചുവെക്കുന്ന പ്രവണത വർദ്ധിക്കും. നാട്ടിലേക്ക് പണം അയക്കുന്നത് നിർത്തിവെക്കുമ്പോൾ കേരളത്തിലേക്കുള്ള പണവരവ് കുത്തനെ ഇടിയും. ഇത് സംസ്ഥാനത്തിന്റെ സർവ്വ രംഗങ്ങളെയും പ്രതികൂലമായി ബാധിക്കും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.